That means the amount of against friction. We'll finish off this module today. For that one more specific topic we have to discuss, and that is speed of operating the pump without separation or cavitation. എത്ര സ്പീഡിൽ പമ്പ് വർക്ക് ചെയ്താൽ we can avoid that separation and cavitation എന്നുള്ളത് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് കണ്ടന്റ് we have to check that out. For that one, okay, can you see the question that I am sharing? Yes, sir. Okay, take down the question. ഈ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തുകൊണ്ട് നമുക്ക് ആ ടോപ്പിക് ഡിസ്കസ് ചെയ്യാം.
ക്വസ്റ്റ്യൻ എഴുതിയാ? Yes, sir. Okay, now see, നമ്മൾ ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടില്ല എന്താ, മാക്സിമം സ്പീഡ് കാൽക്കുലേറ്റ് ചെയ്യാന്ന് പറഞ്ഞില്ലേ. സോ ദാറ്റ് ദ പമ്പ് ക്യാൻ വർക്ക് വിത്തൗട്ട് സെപ്പറേഷൻ ആണ്. സോ മാക്സിമം സ്പീഡ് ഓഫ് പമ്പ്, അതായത് റെസിപ്രോക്കേറ്റിംഗ് പമ്പാണ് ഇത്. സോ ദാറ്റ് ഇറ്റ് കുഡ് അവോയ്ഡ് സെപ്പറേഷൻ എന്നുള്ള ടോപ്പിക് വരുമ്പോൾ now this maximum speed can be determined with the fact that the pressure in the cylinder, അതായത് റെസിപ്രോക്കേറ്റിംഗ് പമ്പിന്റെ സിലിണ്ടറിലെ പ്രഷർ should, അതായത് പ്രഷർ ഡ്യൂറിംഗ് suction and delivery stroke. Okay, suction and delivery stroke should not fall below vapor pressure of liquid. അതായത് ഒരിക്കലും ലെസ് ദാൻ വേപ്പർ പ്രഷർ ഓഫ് ലിക്വിഡ് ആയിരിക്കാൻ പാടില്ല. ഈ ഫാക്ട് എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാവും. പ്രഷർ ഡ്യൂറിംഗ്, ഈ പ്രഷറുടെ പ്രഷർ ഇൻസൈഡ് ദ സിലിണ്ടർ ഓഫ് ദ റെസിപ്രോക്കേറ്റിംഗ് പമ്പ് ഡ്യൂറിംഗ് ദ സക്ഷൻ ആൻഡ് ഡെലിവറി സ്ട്രോക്ക് should be never less than the vapor pressure of the liquid. വേപ്പർ പ്രഷർ ഓഫ് ലിക്വിഡ് ആകട്ടെ കുറച്ചും കൂടി താഴെ വരുമ്പോഴാണ് എപ്പോഴും ഫിനോമിനൻ ഓഫ് കാവിറ്റേഷൻ. കാവിറ്റേഷൻ എന്നുള്ളത് തന്നെയാണ് സെപ്പറേഷൻ എന്ന് പറയുന്നത്. അതെപ്പോഴും സംഭവിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഈ വേപ്പർ പ്രഷർ ഓഫ് ലിക്വിഡ് എവിടുത്തത്? ലിക്വിഡ് ഫ്ലോയിങ് ത്രൂ സക്ഷൻ ആൻഡ് ഡെലിവറി പൈപ്സ് ആണ്. ഈ സക്ഷൻ ആൻഡ് ഡെലിവറി പൈപ്സിലൂടെ പോകുന്ന വെള്ളത്തിന്റെ വേപ്പർ പ്രഷറിനെക്കാട്ടി താഴെ ഒരിക്കലും സക്ഷൻ സ്ട്രോക്കിലും ഡെലിവറി സ്ട്രോക്കിലും സിലിണ്ടറിന്റെ ഉള്ളിൽ പ്രഷർ ഇൻസൈഡ് സിലിണ്ടർ. ഒരിക്കലും ഇങ്ങനെ സംഭവിക്കാൻ പാടില്ല. should never fall less than the vapor pressure. Okay, now if the pressure in the cylinder is below vapor pressure, the dissolved gases will be liberated from the liquid and cavitation will take place. ഈ ഡിസോൾവ്ഡ് ഗ്യാസസ് വിൽ ബി ലിബറേറ്റ് എന്ന് പറഞ്ഞാൽ ബബിൾസ് ഫോം ചെയ്യും. അങ്ങനെയാണ് കാവിറ്റേഷൻ വരിക. മനസ്സിലാവുന്നുണ്ടോ? Yes, sir. ഇത് സംഭവിക്കുമ്പോൾ the other thing that is simultaneously happening is that the continuous flow of liquid will not occur. അപ്പോൾ കണ്ടിന്യൂസ് ഫ്ലോ എന്നുള്ള കണ്ടീഷൻ എക്സിസ്റ്റ് ചെയ്യൂല, which means separation of liquid will take place. സോ ഇങ്ങനെ സംഭവിക്കുമ്പോൾ എന്താണ്? കാവിറ്റേഷൻ ഉണ്ടാവും. അതായത് if this pressure falls below vapor pressure, that will lead to cavitation. Cavitation എങ്ങനെ ഉണ്ടാകുന്നത്? ഈ ഡിസോൾവ് ചെയ്ത ഗ്യാസസ് വിൽ ബി ലിബറേറ്റഡ് ഇൻ ദ ഫോം ഓഫ് ബബിൾസ്. കാവിറ്റേഷൻ ഉണ്ടാകുമ്പോൾ എന്താ സംഭവിക്കുന്നത്? കണ്ടിന്യൂസ് ഫ്ലോ ഉണ്ടാകും. will not exist. കണ്ടിന്യൂസ് ഫ്ലോ എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ അവിടെ എന്താണ്? സെപ്പറേഷൻ നടക്കുന്നു. സിലിണ്ടറിൽ നിന്നും പൈപ്പിൽ നിന്നെല്ലാം വെള്ളം സെപ്പറേറ്റ് ആയി പോകും, കണ്ടിന്യൂസ് ആയിട്ട് വരുന്നില്ല. ഇതാണ് സെപ്പറേഷൻ എന്ന് പറയുന്നത്. The pressure at which this separation is taking place or will take place is known as separation pressure. അതിനാണ് സെപ്പറേഷൻ പ്രഷർ എന്ന് പറയുന്നത്. ഈ സെപ്പറേഷൻ പ്രഷർ ഏത് ഹെഡിലാണോ സംഭവിക്കുന്നത് അതാണ് സെപ്പറേഷൻ പ്രഷർ ഹെഡ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സെപ്പറേഷൻ ഹെഡ് എന്ന് പറയും. സോ സെപ്പറേഷൻ സംഭവിക്കുന്ന പ്രഷറിന് സെപ്പറേഷൻ പ്രഷർ എന്ന് വിളിക്കും. ഓക്കെ, ഈ സെപ്പറേഷൻ സംഭവിക്കുന്ന ഹെഡിനെയോ, അത് ഹെഡ് എന്ന് പറഞ്ഞാൽ ഏത് ലെവലിലാണ്, വെള്ളത്തിന്റെ ഏത് ലെവലിലാണ് സെപ്പറേഷൻ സംഭവിക്കുന്നത്, അതിനെ നമ്മൾ സെപ്പറേഷൻ പ്രഷർ ഹെഡ് എന്ന് വിളിക്കും. സെപ്പറേഷൻ പ്രഷർ ഹെഡ്.
ഈ രണ്ട് ടേമും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. സെപ്പറേഷൻ പ്രഷർ ഹെഡിനെ യൂഷ്വലി നിങ്ങൾ ഏത് മിക്ക ടെക്സ്റ്റ് എടുത്ത് നോക്കിയാലും എച്ച് സെപ്പറേഷൻ എന്നാണ് ഡിനോട്ട് ചെയ്തിട്ടുണ്ടാവുക. സെപ്പറേഷൻ പ്രഷർ ഹെഡിന്. Now, for all reciprocating pumps which uses water as the liquid, okay, the limiting value of pressure head is below 7.8. Below 7.8 meter of water. 7.8 meter of water എന്ന് പറഞ്ഞാൽ 7.8 below the atmospheric pressure head. Atmospheric pressure head 10.3 ആണ്. ഓക്കെ, സോ അതിലും താഴെയുള്ള 7.8ലും ബിലോ ആയിരിക്കും എന്ത് സെപ്പറേഷൻ. വാട്ടർ ആണെങ്കിൽ ഹെഡ് ഓഫ് സെപ്പറേഷൻ ലെസ് ദാൻ 7.8. ക്ലിയർ ആണോ പറഞ്ഞത്? യെസ് സർ. Below 7.8 atmospheric pressure head. Below 7.8 atmospheric pressure head. ഇത് ബിലോ 7.8 atmospheric pressure head. അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് പറഞ്ഞാൽ ആ ഇൻഡിക്കേറ്റർ ആലോചിക്കുക, HATM എന്ന് പറഞ്ഞ ലെവലിന് താഴെയുള്ള വാല്യൂ ആണ് എടുക്കുന്നത്. പക്ഷെ എക്സ് ആക്സിസ് എന്നുള്ള വാല്യൂ ആണ് എടുക്കണ്ടെങ്കിലോ ദാറ്റ് വിൽ ബി അബ്സല്യൂട്ട്. അബ്സല്യൂട്ട് വാല്യൂ ആണെങ്കിൽ എങ്ങനെ വരും? അബ്സല്യൂട്ട് വാല്യൂ ആണെങ്കിൽ ഇതേ വാട്ടറിന്റെ ഹെഡ് സെപ്പറേഷൻ പറഞ്ഞാൽ 10.3 മൈനസ് 7.82 2.5 അബ്സല്യൂട്ട്. HATM എന്ന് മൈനസ് ചെയ്താൽ മതി. 7.8 അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഹെഡ് എന്ന് പറഞ്ഞാൽ എന്താ? 7.8 മീറ്റർ ഓഫ് വാക്വം ആണ്. ആ വാക്വം എന്നുള്ള വാല്യൂവിനെ നമ്മൾ മാക്സിമം അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഹെഡ് നിന്ന് മൈനസ് ചെയ്താൽ നമുക്ക് അബ്സല്യൂട്ട് കിട്ടും. ഇതെല്ലാം നമ്മൾ നേരത്തെ ചെയ്തിട്ടുള്ളതാണ്, മുന്നേ ചെയ്തിട്ടുള്ളതാണ്. ഇൻഡിക്കേറ്റർ ഡയഗ്രാംസ് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് we have discussed. So ഒന്നിക്കിൽ head separation will be within 7.8 atmospheric pressure head or it will be less than 2.5 absolute. 2.5 meter absolute. ഈ സെപ്പറേഷൻ സംഭവിക്കുന്ന എപ്പോഴാണ്? ഒന്നിക്കിൽ സക്ഷൻ സ്ട്രോക്ക് അല്ലെങ്കിൽ ഡെലിവറി സ്ട്രോക്ക്. സക്ഷൻ ഓർ ഡെലിവറി സ്ട്രോക്ക്, ഇതിലാണ് എപ്പോഴും സെപ്പറേഷൻ സംഭവിക്കുക. മനസ്സിലാവുന്നുണ്ടോ? യെസ് സർ. ഓക്കെ, ഇനി ലെറ്റ് us just look into the question. ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് ഞാൻ ഇതിന്റെ ആൻസർ പറയാം. അല്ലെങ്കിൽ ഇത് എങ്ങനെ, ഇത് എന്താണ് കൺസെപ്റ്റ് എന്നുള്ളതാണ് ഇത്. ഇനി വിത്ത് റെസ്പെക്ട് ഇൻഡിക്കേറ്റർ ഡയഗ്രാം എന്തൊക്കെയാണ് ഇതിന്റെ വാല്യൂസ് വരുന്നത് എന്നുള്ളത് ഈ ക്വസ്റ്റ്യന്റെ ബേസിൽ പറയാം. See, diameter and stroke length of a single acting reciprocating pump are 75 mm and 150 mm respectively. It takes its supply of water from a sump 3 meter below the pump, 3 meter below the pump, okay, through a pipe 5 meter long and 40 millimeter diameter. It delivers water to a tank 12 meter above the pump through a pipe 30 mm in diameter and 50 mm long. If separation occurs 75 kilonewton per meter square below the atmospheric pressure, find the maximum speed at which pump may be operated without separation. Assume that the piston has a simple harmonic motion. This is the question. Now, with respect to the question, what are the given data? ഈ given data എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇത് സെപ്പറേഷൻ എന്താന്നുള്ളത് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഈ സെപ്പറേഷൻ ഇല്ലാതാവാൻ വേണ്ടിയിട്ടുള്ള ചില കണ്ടീഷൻസ് ഉണ്ട്. അത് ഈ ന്യൂമറിക്കൽ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ അതിൽ എക്സ്പ്ലെയിൻ along with that. Okay, this is just description to give you an idea about what is separation. Now, let us get into that numerical. എന്താണ് എന്തൊക്കെയാ തന്നിട്ടില്ല നോക്കുക.
Diameter and stroke length of a single acting reciprocating pump are 75 mm and 150 mm respectively. That means capital D is given as 75 mm, that means 0.075 meters. പിന്നെയുള്ള എന്താ stroke length is given as 150 mm. So capital L is equal to 0.15 meters. It takes its supply of water from a sump 3 meter below the pump. So pump in the below. So ഒറ്റയടിക്ക് ഒരു മിനിറ്റ് L is equal to ഇത്ര കിട്ടിയാൽ നമുക്ക് R എഴുതാം. L is equal to 2 into R ആണ്. So R will be L by 2. It will be 0.075 meters. 50 and a half. ഇനി എന്താ ഉള്ളത്? It takes its supply of water from a sump 3 meter below the pump. പമ്പ് ലെവലിന്റെ താഴെ 3 meters എന്നാണ് വെള്ളം എടുക്കുന്നത്. That means ആ given സാധനം എന്താ? സക്ഷൻ ഹെഡ് ആണ് given 3 meters. പമ്പിന്റെ സെന്ററിൽ നിന്ന് നേരെ താഴേക്കുള്ള ഡിസ്റ്റൻസ് പറഞ്ഞ സക്ഷൻ ഹെഡ് അല്ല. That is given as 3 meters. Through a 5 meter long and 40 mm in diameter pipe. അതായത് സക്ഷൻ ഹെഡ് 3 meter ആണെങ്കിൽ ലെങ്ത് ഓഫ് സക്ഷൻ പൈപ്പ് ആണ് LS ആണെന്നുള്ളത് 5 meters. Diameter of suction pipe LD. Sorry, DS. Diameter of suction pipe 40 mm. 0.04 meters. Given data. It delivers water to a tank 12 meter above the pump. That means അടുത്ത വന്നിട്ടില്ല എന്താ ഡെലിവറി ഹെഡ് എത്ര above ആണ് പമ്പ് basically 12 meters. 12 meter above the pump through a pipe 30 mm in diameter and 50 mm long. That means length of delivery pipe is given as 15 meters. Diameter of delivery pipe is given as what? 30 mm, so 0.03 meters. Another set of given data. Now, if separation occurs 75 kilonewton meter square below the atmosphere pressure, so definitely water, supply of water, that means HATM should be taken as 10.3 meters of default value. Now, on a verse, if separation occurs 75 kilonewton per meter square, kilonewton per meter square is value. Kilonewton per meter square is not 75 kilonewton per meter square. Anybody? Vishnu IP. What is this 75 kilonewton per meter square? തൊട്ട് മുന്നേ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത കൺസെപ്റ്റ് റിലേറ്റ് ചെയ്തിട്ട് ഇതൊന്ന് ആലോചിച്ച് പറയാൻ പറ്റുമോ? Separation pressure. Very good, very good. That is separation pressure, correct. Kilonewton per meter square അല്ലേ? Newton per meter square. That is 75 kilometer square എന്ന് പറഞ്ഞാൽ എന്താണ്? 75,000 Newton per meter square. Newton per meter square എന്ന് പറഞ്ഞാൽ പാസ്കൽ തന്നെയാണ്. സോ ഇത് തന്നിട്ടുള്ള എന്താണ്? സെപ്പറേഷൻ പ്രഷർ ആണ്. അതിന് ഞാൻ പി സബ് എന്ന് എഴുതുന്നു. ഇത് പ്രഷർ ഹെഡ് അല്ല, ഹെഡ് മീറ്റേഴ്സിലുണ്ടാവും എപ്പോഴും. ദിസ് ഈസ് സെപ്പറേഷൻ പ്രഷർ ആണ്. സെപ്പറേഷൻ പ്രഷർ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒറ്റയടിക്ക് നമുക്ക് എന്ത് വിളിക്കാം? അത് പ്രഷർ ഹെഡ് കണ്ടുപിടിക്കാം. ദാറ്റ് മീൻസ് സെപ്പറേഷൻ പ്രഷർ ഹെഡ് ക്യാൻ ബി ഫൗണ്ട് ഔട്ട് ആസ് പി സെപ്പറേഷൻ ഡിവൈഡഡ് ബൈ റൂൾസ് വൺ ഡേ മെക്കാനിക്സ് ഓഫ് ഫ്ലൂയിഡ്സിൽ ചെയ്യുന്ന പരിപാടി. ഹെഡ് കണ്ടുപിടിക്കാം. This will be 75,000 divided by rho എന്ന് പറഞ്ഞ വാട്ടർ ആണ്. സോ 1000 multiplied by 9.81. ഇതിന്റെ വാല്യൂ ആയിരിക്കും എന്ന് പറഞ്ഞു തരാൻ പറ്റുമോ?
ഇതിന്റെ വാല്യൂ പറയാൻ പറ്റുമോ? 7.65. 7.65 ആണ് വരുന്നത്. 7.65 meters of water. 7.65 meters of water. ഈ വാല്യൂ എന്താണ്? ഇതെന്താണ്? 75 കിലോ ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ ബിലോ ദി അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് ദിസ് വാല്യൂ ഇസ് റിലേറ്റഡ് ടു HATM. സോ HATM-ന്റെ താഴെയുള്ള വാല്യൂ അത് തന്നെയാണ് ഹെഡ് ആയിട്ട് നമുക്ക് കിട്ടുക. സോ ദിസ് ഈസ് ബേസിക്കലി ദ വാക്വം വാല്യൂ. വാക്വം പ്രഷർ ആണ്. ഇൻഡിക്കേറ്റഡ് ഡയഗ്രാം പോലെ ABCD അല്ലെങ്കിൽ A', B', C', HATM-ന്റെ ഈ ലൈനിന്റെ താഴേക്ക് വരുന്ന വാക്വം വാല്യൂസ് ആണ്. ഇഫ് വി represents those values with respect to HATM. അപ്പൊ ഇത് വാക്വം പ്രഷർ ഹെഡ്, സെപ്പറേഷൻ പ്രഷർ ഹെഡ് ആണെങ്കിൽ അബ്സല്യൂട്ട് സെപ്പറേഷൻ പ്രഷർ ഹെഡ് എങ്ങനെയായിരിക്കും കണ്ടുപിടിക്കുക? ഇതുവരെ ചെയ്ത പോലെ തന്നെ ഹെഡ് സെപ്പറേഷൻ അബ്സല്യൂട്ട്. ഇതിന്റെ അബ്സല്യൂട്ട് വാല്യൂ ഹൗ കാൻ ബി ഫൈൻഡ് ഔട്ട്? ദിസ് ഈസ് ഈക്വൽ ടു HATM മൈനസ് H സെപ്പറേഷൻ വാക്വം. ഇതിന്റെ വാല്യൂ എന്ന് പറഞ്ഞു ആരെങ്കിലും? ഇതിന്റെ വാല്യൂ എത്രയാ? 2.65. 2.65. This is absolute. 2.65 absolute. സോ നമുക്ക് H സെപ്പറേഷന്റെ വാല്യൂസ് ഓൾറെഡി കിട്ടി. ഇനി നമുക്ക് മാക്സിമം സ്പീഡ് അതിലേക്കാണ് എത്തേണ്ടത് അല്ലെ? ക്വസ്റ്റ്യൻ എന്താ? ഫൈൻഡ് ദ മാക്സിമം സ്പീഡ് അറ്റ് വിച്ച് ദ പമ്പ് ബി ഓപ്പറേറ്റഡ് വിത്തൗട്ട് സെപ്പറേഷൻ. സെപ്പറേഷൻ വിൽ ഒക്കർ ഡ്യൂറിങ് സക്ഷൻ ആസ് വെൽ ആസ് ഡെലിവറി സ്ട്രോക്ക്. സോ നമുക്ക് കണ്ടുപിടിക്കേണ്ട രണ്ട് കാര്യങ്ങളുണ്ട്. മാക്സിമം സ്പീഡ് ഡ്യൂറിങ് സക്ഷൻ ഫോർ ദ പമ്പ് ടു ബി ഓപ്പറേറ്റഡ് വിത്തൗട്ട് സെപ്പറേഷൻ ഒന്ന്. രണ്ടാമത്തതോ മാക്സിമം സ്പീഡ് ഡ്യൂറിങ് ഡെലിവറി സ്ട്രോക്ക് ഫോർ ദ പമ്പ് ടു ബി ഓപ്പറേറ്റഡ് വിത്തൗട്ട് സെപ്പറേഷൻ. രണ്ട് വാല്യൂ നമുക്ക് കണ്ടുപിടിക്കണം. ഇത്രയും ക്ലിയർ ആണോ നിങ്ങൾക്ക് ഈ പറഞ്ഞത്? Yes, sir. ഈ വാല്യൂസ് എല്ലാം നിങ്ങൾ എഴുതി വെച്ചിനാ? കാരണം ഈ വാല്യൂസ് എല്ലാം ഇനി ആവശ്യമുണ്ട്. Yes, sir. എങ്ങനെ സ്പീഡ് കണ്ടുപിടിക്കുന്നു? സ്പീഡ് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് ആദ്യം ഇതിന്റെ ഒരു ലിമിറ്റിംഗ് കണ്ടീഷൻ എഴുതാം. ഓക്കെ, അതെന്താന്നുള്ളത് ഞാൻ പറഞ്ഞു. നമ്മൾ ഇൻഡിക്കേറ്റർ ഡയഗ്രം വെറുതെ ഒന്ന് ആലോചിച്ച് നോക്കാം. ജസ്റ്റ് ഇമാജിൻ ദി ഇൻഡിക്കേറ്റർ ഡയഗ്രം. ഇങ്ങനെയാണ്. ഇത് സ്ട്രോക്ക് ലെങ്ത്, ഇത് ഹെഡ്. ഇത് ഞാൻ തൽക്കാലം താഴേക്കുള്ള ഭാഗം വരയ്ക്കും. ഓക്കെ, ഇത് നിങ്ങളുടെ അറ്റ്മോസ്ഫിയറിക് പ്രഷർ ലൈനാണ് വിചാരിക്കുക. ഇതിന്റെ താഴെ നമുക്ക് ഐഡിയൽ ഇൻഡിക്കേറ്റർ ഡയഗ്രം ഇങ്ങനെയാണ് എടുക്കുന്നത്. അതായത് ഇതാണ് നമ്മുടെ EF എന്ന് പറഞ്ഞ രണ്ട് പോയിന്റ്സ്. ഇത് ABI ഐഡിയൽ ഇൻഡിക്കേറ്റർ ഡയഗ്രത്തിലെ ഫിഗേഴ്സ് പറയുന്നത്. നമ്മൾ ആക്സിലറേഷന്റെ എഫക്റ്റ് വി കൺസിഡർ നമുക്ക് എന്ത് ചെയ്യും? നമുക്ക് ഇവിടെ ഇങ്ങനെ ഇതും കൂടി കിട്ടും. ഇവിടെ താഴേക്ക് HAS വരും, അതിങ്ങനെ പോകും അല്ലെ? സോ ഈ പോയിന്റ് നമുക്ക് A' ആയിട്ട് കിട്ടി, ഈ പോയിന്റ് നമുക്ക് B' ആയിട്ടും കിട്ടി. അതായത് ഈ വാല്യൂസ് എന്തൊക്കെയാണ്? ഈ B' എന്ന് പറഞ്ഞ വാല്യൂ HAS ആണ്. ഇതും തമ്മിലുള്ള വാല്യൂ എന്ന് പറഞ്ഞാൽ ദിസ് ഈസ് സക്ഷൻ ഹെഡ് HS. ഇതും തമ്മിലുള്ള ഈ ഡിഫറൻസ് പറഞ്ഞാൽ ദിസ് ഈസ് HATM. ഇതൊന്നും മറന്നു. ഈ വാല്യൂസ് എല്ലാം നമ്മുടെ അടുത്തുണ്ട്. ഓക്കെ, സക്ഷന്റെ സ്റ്റാർട്ടിംഗ് എന്ന് പറഞ്ഞാൽ ദിസ് ഈസ് θ = 0°. ഇത് 90, ഇത് 180.
സോ സി ഡ്യൂറിങ് ദ സക്ഷൻ സ്ട്രോക്ക്, ഇതാണ് സക്ഷൻ സ്ട്രോക്ക്, ലോവസ്റ്റ് പ്രഷർ ഹെഡ് കിട്ടുന്ന വാല്യൂ എന്ന് പറഞ്ഞാൽ എപ്പോഴും അറ്റ് ദ ബിഗിനിങ് ഓഫ് ദി സക്ഷൻ സ്ട്രോക്ക് ആണ്. നമ്മളുടെ ഒരു കണ്ടീഷൻ എന്തായിരുന്നു? സിലിണ്ടറിൽ സക്ഷൻ സ്ട്രോക്കിലോ ഡെലിവറി സ്ട്രോക്കിലോ ഒരിക്കലും എഞ്ചിൻ സിലിണ്ടറിലെ പ്രഷർ ലിക്വിഡിന്റെ വേപ്പർ പ്രഷറിനെക്കാട്ടി താഴെ പോരുന്നുണ്ട്. പ്രഷർ ഹെഡ് ഡിക്രീസ് ചെയ്യുമ്പോൾ പ്രഷറും ഡിക്രീസ് ചെയ്യും, കാരണം പ്രഷറും പ്രഷർ ഹെഡും റിലേറ്റഡ് ആണല്ലോ. സോ ഡ്യൂറിങ് സക്ഷൻ സ്ട്രോക്ക് ഏറ്റവും ലീസ്റ്റ് പ്രഷർ കിട്ടുന്ന വാല്യൂ എന്ന് പറഞ്ഞാൽ ഇതാണ്, at this point, or this is the beginning of the suction stroke. So now let me define a condition. Define a condition പറഞ്ഞാൽ അതായത് ഈ എ ഡാഷും ഈ എക്സ് വൈ ലൈനും തമ്മിലുള്ള ഈ ഡിസ്റ്റൻസിനെ ക്യാപിറ്റൽ എച്ച് ഡാഷ് എന്ന് കാണിക്കും. എച്ച് ഡാഷ് എന്ന് കാണിക്കും ഈ ഡിസ്റ്റൻസ്. സോ നൗ if I write about h dash, അതായത് let this be case 1, ഫസ്റ്റ് കേസ് ആയിട്ട് നമുക്ക് എടുക്കാം. If I write h dash എന്ന് പറഞ്ഞാൽ എന്താ? theta is equal to 0 degree. ആ സമയത്തുള്ള ഈ ഡിഫറൻസ് ആണ് h dash. This h dash based on the atmospheric time നമുക്ക് എങ്ങനെ എഴുതാം? This distance will be h-atm minus ഇതല്ലേ h-atm മൈനസ് ഈ എ ഡാഷ് ആണ് ഈ വാല്യൂ അല്ലേ? വാട്ട് ഈസ് ഈ എ ഡാഷ്? ഈ എ ഡാഷ് എന്ന് പറഞ്ഞാൽ എന്താണ്? hs പ്ലസ് has അല്ലേ? ഈ എഴുതിയ ഇക്വേഷൻ കറക്റ്റ് ആണോ? ഈ ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു ടോട്ടൽ ഡിസ്റ്റൻസ് മൈനസ് ഈ ഡിസ്റ്റൻസ്. ഇത് ഈ ഇക്വേഷൻ മനസ്സിലായിനോ? ഓക്കെ. വാട്ട് ഈസ് h dash? h dash എന്ന് പറഞ്ഞാൽ എന്താ? ലോവസ്റ്റ് പ്രഷർ ഹെഡ് ആണ്. ലോവസ്റ്റ് പ്രഷർ ഹെഡ്, ഏറ്റവും കുറവ് നമുക്ക് സക്ഷൻ സ്ട്രോക്കിൽ കിട്ടുന്ന പ്രഷർ ഹെഡ് ആണ് ഇത്. ഈവൻ ദിസ് ലോവസ്റ്റ് വാല്യൂ ഷുഡ് ബി കെപ്റ്റ് എബവ് വാട്ട്, അല്ലെങ്കിൽ ഈ വാല്യൂ പോലും വേപ്പർ പ്രഷറിനെക്കാട്ടി കുറവിൽ വരാൻ പാടില്ല, സെപ്പറേഷൻ ഒഴിവാക്കാൻ. ഓക്കെ, ദാറ്റ് മീൻസ് h സെപ്പറേഷൻ എന്നുള്ള വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? വെള്ളം സെപ്പറേറ്റ് ആവുമ്പോൾ അല്ലെങ്കിൽ സെപ്പറേഷന്റെ സമയത്ത് നടക്കുന്ന ഹെഡ്, അവിടെ കിട്ടുന്ന ഈ ഹെഡിലാണ് വെള്ളം സെപ്പറേറ്റ് ആവുന്നത്. സോ നമുക്ക് സെപ്പറേഷൻ അവോയ്ഡ് ചെയ്യേണ്ടെങ്കിൽ എന്താണ്? ഇതാണ് നമുക്ക് കിട്ടുന്ന ലോവസ്റ്റ് ഹെഡ്. ഈ റെസിപ്രോക്കേറ്റിംഗ്, ഒരു സിംഗിൾ ആക്ടിംഗ് റെസിപ്രോക്കേറ്റിംഗ് പമ്പ് ആക്ട് ചെയ്യുന്ന സമയത്ത് കിട്ടുന്ന ഏറ്റവും ലോവസ്റ്റ് ഹെഡിന്റെ വാല്യൂ ഇതാണ്. സോ ദിസ് വാല്യൂ ഷുഡ് ബി ഓൾവേസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു h സെപ്പറേഷൻ. ഇങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് സെപ്പറേഷൻ അവോയ്ഡ് ചെയ്യാൻ പറ്റൂ. ഈസ് ദിസ് ക്ലിയർ? ഈ കണ്ടീഷൻ ക്ലിയർ ആണോ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തേ? യെസ് സർ. ഈ കണ്ടീഷനാണ്, ഈ കണ്ടീഷനിൽ നിന്നാണ് നമ്മൾ ഇനി മാക്സിമം സ്പീഡിലേക്ക് എത്തുക. മാക്സിമം സ്പീഡിലേക്ക് എത്താൻ ഇത്രയേ ഉള്ളൂ. ഇതിന്റെ ഓരോന്നിന്റെ ഇക്വേഷൻ വിട്ടുകൊടുത്താണ്. അതിലെല്ലാം ഒമേഗയുണ്ട്. ഒമേഗ റേഡിയൻസ് പെർ സെക്കൻഡ് ആണെങ്കിൽ അതിനെ എന്നിലേക്ക്, ആർപിഎത്തിലേക്ക് മാറ്റിയ സ്പീഡാണ്. ഇതാണ് ഫണ്ടമെന്റൽ കണ്ടീഷൻ. ഇത് ഡ്യൂറിങ് സക്ഷൻ ആണ്. ഇൻ ഓർഡർ ടു അവോയ്ഡ് സെപ്പറേഷൻ, ഇതാണ് ഫണ്ടമെന്റൽ കണ്ടീഷൻ. Is that clear? Clear ആണോ അത്? Yes sir. Yes sir. Now, ഇത് സക്ഷന്റെ കേസാണ്. ഇനി ഡെലിവറി കേസ് നോക്കട്ടെ. ഡെലിവറി സ്ട്രോക്കിന്റെ സമയത്ത് ഇതിന്റെ മേലേക്ക് പോയാൽ നമുക്ക് കിട്ടുന്ന ഐഡന്റിഫയർ ഇങ്ങനെയാണ്. ഇത് ബി, ഇത് സി, ഇത് ടി. ഇവിടുന്ന് മേലേക്കാണ് h, അതായത് ദിസ് ഈസ് എച്ച് ഡി. ഇത് ഡെലിവറി സ്ട്രോക്ക്, സോറി ഡെലിവറി ഹെഡ്. നമ്മള് ആക്സിലറേഷന്റെ എഫക്ട് എടുക്കുമ്പോൾ നമുക്ക് ഇങ്ങോട്ടാണ് h-AD കിട്ടുന്നത് അല്ലെ? h-AD കിട്ടുന്നത് ഇങ്ങോട്ടാണ്, ഡിസ്റ്റൻസിലാണ് h-AD. ഇഫ് ദിസ് h-AD ഈസ് വെരി ലാർജ്, ഭയങ്കര വലുതാണ് h-AD.
ചെറിയ എച്ച് ഐ ഡി ആണെങ്കിൽ നമ്മൾ ആണെങ്കിൽ ഇങ്ങനെ ലൈൻ വരച്ചിട്ട് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരും. ചെറുതാണെങ്കിൽ ലൈൻ ഇങ്ങനെ വരും. ബട്ട് ഇഫ് എച്ച് ഐ ഡി ഈസ് ടു ലാർജ്, ഒരുപാട് ലാർജ് ആണ് എച്ച് ഐ ഡിന്റെ വാല്യൂ, ഡെഫിനറ്റ്ലി എന്താ സംഭവിക്കുക പറഞ്ഞാല് ഈ പോയിന്റ്, അതായത് ഇത് നേരെ താഴെ വരെ വരും. അറ്റ്മോസ്ഫിയർ പ്രഷർ ലൈനെക്കാട്ടിയും താഴെ വരും. മനസ്സിലാവുന്നുണ്ടോ? ഈ എച്ച് ഐ ഡി ഒരുപാട് കൂടുതലാണെങ്കിൽ ഇത് ഇതിനെ ക്രോസ് ചെയ്തിട്ട് അറ്റ്മോസ്ഫിയറിക് പ്രഷർ ലൈനിന്റെയും താഴെ വരും. ഈ താഴെ വരുമെന്ന് പറഞ്ഞാൽ ഇതിന്റെ മാക്സിമം വരാൻ പറ്റുന്ന പൊസിഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്ക് എ ഉണ്ട്. ഈ എനെക്കാട്ടിയും താഴെ, അതായത് എ ബി എന്ന് പറഞ്ഞ ലെവലിനെക്കാട്ടിയും താഴെ വരെ ഇതിന് വരാം. സോ ശരിക്ക് ഇത് ചെറുതാണെങ്കിൽ ഇങ്ങോട്ട് വന്നിട്ട് ഈ ഡി എന്നുള്ള പോയിന്റ് മാറിയിട്ട് നമുക്ക് ഡി ഡാഷ് കിട്ടേണ്ടതാണ് അല്ലെ. ഇത് ചെറുതായിരുന്നെങ്കിൽ ഇവിടെ നമുക്ക് ഡി ഡാഷ് സാധാരണ കിട്ടാറില്ല. ബട്ട് ഇപ്പോഴെന്താ സംഭവിച്ചത്? ഡി ഡാഷ് ഹാസ് കം ഡൗൺ ടു ദിസ് വാല്യൂ. ഇത്രയും താഴേക്ക് ഡി ഡാഷ് വന്നു. എപ്പോഴാണ് ഇത് വരുന്നത്? ഇങ്ങനെ എച്ച് ഐ ഡി, ദിസ് എച്ച് ഐ ഡി ബിക്കംസ് വെരി ലാർജ് ദാൻ ഡെലിവറി എച്ച് ഡി. എച്ച് ഡിനെക്കാട്ടി ഒരുപാട് കൂടുതലാണെന്ന് വാല്യൂ വരുന്നെങ്കിൽ ഇത് ഇങ്ങനെ ക്രോസ് ചെയ്ത് ഇപ്പുറം വരെ വരാം. മനസ്സിലാവുന്നുണ്ടോ? അത് ആ പറഞ്ഞ കാര്യം മനസ്സിലായിനോ? Yes, sir. ഇത് കൂടി നിങ്ങൾ ജസ്റ്റ് കീപ് ഇൻ ദ മൈൻഡ്. ഇനി ലെറ്റ് us just apply the condition that we have defined previously. നമ്മൾ അതായത് at the beginning of suction stroke, theta equal to 0 degree എന്നുള്ള കണ്ടീഷനിൽ നമ്മളുടെ സെപ്പറേഷൻ ഒഴിവാക്കാനുള്ള കണ്ടീഷൻ എന്തായിരുന്നു? എച്ച് ഐ ടി മൈനസ് എച്ച് എസ് പ്ലസ് എച്ച് എ എസ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഹെച്ച് സെപ്പറേഷൻ ആണ് അല്ലെ. ഇതിൽ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഞാൻ കഴിഞ്ഞിട്ട് മാറ്റിയിട്ട് ഈക്വൽ ടു, അതായത് അറ്റ്ലീസ്റ്റ് ഈക്വൽ ടു ആൻഡ് അബവ് ആണ്. സോ ഈക്വൽ ടു ലിമിറ്റിംഗ് കണ്ടീഷൻ to avoid separation ആണ് ലിമിറ്റിംഗ് കണ്ടീഷൻ. ഹെച്ച് സെപ്പറേഷനെ കാട്ടി മേലെ വന്നാൽ ഏറ്റവും നല്ല, ബട്ട് അറ്റ്ലീസ്റ്റ് അത് ഈക്വൽ ആയിരിക്കും. ഒരിക്കലും ഇതിന് താഴെ പോകാൻ പാടില്ല. സോ ഈക്വാലിറ്റി എന്ന് പറഞ്ഞാൽ ലിമിറ്റിംഗ് കണ്ടീഷൻ. എച്ച് ഐ ടി എന്താണ്? 10.3 ആണ് മൈനസ് സക്ഷൻ ഹെഡ് 350 പ്ലസ് എച്ച് എ എസ് നമുക്ക് അറിയില്ല ഈക്വൽ ടു ഹെച്ച് സെപ്പറേഷൻ നമുക്ക് നേരത്തെ കിട്ടിയില്ല. എത്ര? 2.65 ആ, അങ്ങനത്തെ കിട്ടിയ അല്ലേ? നമ്മൾ എച്ച് ഐ ടി എമ്മായി റിലേറ്റ് ചെയ്ത്, അതായത് അബ്സല്യൂട്ട് വാല്യൂവിനെ പറ്റിയാ പറയുന്നത്. കാരണം ഇതെല്ലാം എച്ച് ഐ ടി എം മൈനസ് എന്നുള്ള വാല്യൂ നമ്മൾ എടുക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? സോ ഇതിൽ നിന്ന് യു ക്യാൻ ഫൈൻഡ് ഔട്ട് എച്ച് എ എസ് അല്ലെ. എച്ച് എ എസ് ഈക്വൽ ടു എത്ര വാല്യൂ കിട്ടും? പെട്ടെന്ന് കണ്ടുപിടിച്ചിട്ട് പറ. എച്ച് എ എസ് എത്രയാ? എച്ച് എസ് എത്രയാ? ഞാൻ പറയാം. എച്ച് എസ് എത്രയാ? 4.65. 4.65 മീറ്റർ. Now this 4.65 മീറ്റർ എന്ന് പറഞ്ഞാല് പെർമിറ്റഡ് മാക്സിമം വാല്യൂ ആണ്. ഈ കണ്ടീഷൻ ഇങ്ങോട്ട് വരുന്നു. ഈ കണ്ടീഷൻ ഇങ്ങോട്ട് വരിക എന്ന് പറഞ്ഞാൽ എച്ച് എസ് ബേസിക്കലി 4. അക്കോർഡിംഗ് ടു ദ ഗിവൺ ഡാറ്റ, ഈ ക്വസ്റ്റിനെ ഗിവൺ ഡാറ്റയിൽ ബന്ധപ്പെടുത്തിയിട്ട് ഇത്ര മാത്രമേ പാടുള്ളൂ. ഇതിലും കൂടുതൽ ആക്സിലറേഷന്റെ പ്രഷർ ഹെഡ് വന്നു കഴിഞ്ഞാൽ നമുക്ക് സെപ്പറേഷൻ നേരിടേണ്ടി വരും. അതാണ് ഈ കിട്ടിയ ആൻസർ. ഈ എച്ച് എസിന്റെ ഇക്വേഷൻ നമ്മൾ പണ്ടേ പഠിച്ചിട്ടുണ്ട്. എന്താണ്? L/G മൾട്ടിപ്ലൈഡ് ബൈ A/AS. ഇത് സക്ഷൻ സ്ട്രോക്കിന്റെ കാര്യം പറഞ്ഞു. A/AS ഇൻറ്റു ω² ഇൻറ്റു R. ഇത് പെർമിറ്റഡ് മാക്സിമം വാല്യൂ ഓഫ് എച്ച് എസ് ആണെങ്കിൽ ആ എച്ച് എസിന്റെ ഇക്വേഷനിൽ ഈ ω/h നമുക്ക് മാക്സിമം കൊടുക്കാം. കാരണം മാക്സിമം എച്ച് എസ് റിലേറ്റഡ് ടു ഒമേഗ ആണല്ലോ. ഒമേഗന്റെ മാക്സിമത്തിലായിരുന്നു എച്ച് എസ് മാക്സിമത്തിൽ എത്തണം. എച്ച് എസിന്റെ മാക്സിമം വാല്യൂ ആണ് ഈ കിട്ടിയത്. This is equal to 4.65.
ഇതിൽ നമുക്ക് ഇത് LS ആണ്. LS. ഇതിൽ നമുക്ക് LS അറിയാം, G അറിയാം. A എന്ന് പറഞ്ഞാൽ ഏരിയ ഓഫ് സിലിണ്ടർ ആണ്. അത് π/4 ഇൻറ്റു ഡയമീറ്റർ ഓഫ് സിലിണ്ടർ തന്നിട്ടുണ്ട്. അത് ചെയ്യാം, π/4 d². ഏരിയ ഓഫ് സക്ഷൻ പൈപ്പ് π/4 ഇൻറ്റു ഡയമീറ്റർ ഓഫ് സക്ഷൻ പൈപ്പ് വന്നിട്ടുണ്ട്. ചെയ്യാം. ω² മാക്സ് അറിയില്ല, R നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. സോ ഈ ഇക്വേഷൻ നമുക്ക് എന്ത് കിട്ടും? ω മാക്സ് കിട്ടും. ഇവിടുന്ന് ω മാക്സ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്കറിയാം ഒമേഗയും എന്നും തമ്മിലുള്ള റിലേഷൻ എന്താ? 2πn/60. ഇവിടെ 2πn max by 60 should be equal to ω max. You can find out n max. മനസ്സിലായോ? Yes, sir. ഈ രീതിയിലാണ് നമ്മൾ എന്ത് കണ്ടുപിടിക്കുന്നത്? മാക്സിമം സ്പീഡ് ടു അവോയ്ഡ് സെപ്പറേഷൻ ഡ്യൂറിങ് സക്ഷൻ സ്ട്രോക്ക് കണ്ടുപിടിക്കുന്നത്. ഒരു കണ്ടീഷൻ കൂടി പറഞ്ഞ് ഞാൻ നിർത്താം. സൊല്യൂഷൻ നിങ്ങൾ കണ്ടുപിടിച്ചു. മറ്റൊരു കണ്ടീഷൻ കൂടി പറയാൻ നമുക്ക്. ഇത് എഴുതി നിങ്ങൾ? Yes, sir. ഡെലിവറി സ്റ്റോക്കിലെ കണ്ടീഷൻ കൂടി ഒന്ന് എഴുതിയിട്ട് സൈഡ് സ്റ്റോക്ക്. ഡെലിവറി സ്റ്റോക്കിലെ കണ്ടീഷൻ എന്തായിരുന്നു? ഡെലിവറി സ്റ്റോക്കിൽ ബേസിക്കലി അതായത് ഇത് അറ്റ് ദി എൻഡ് ഓഫ് ഡെലിവറി സ്റ്റോക്ക്. At the end of delivery stock. Okay. ഇവിടെ നേരത്തെ HAD is greater than HD. അങ്ങനെയാണെങ്കിൽ this condition to avoid separation എന്തായിരിക്കും? HATM plus HD minus HAD should be equal to limiting condition at separation. ഒന്ന് നോക്കിയാട്ടെ. HATM plus HD minus HAD. Absolute value ആണ് നമ്മൾ എടുക്കുന്നത്. നമ്മൾ എക്സ് ആക്സിസ് വാല്യൂ ആണ് എടുക്കുന്നത്. ഓക്കെ. ഇതിൽ ഇനി HATM ഇടുക, HD ഇടുക, ഹെഡ് സെപ്പറേഷന്റെ വാല്യൂ അറിയാം, HAD കണ്ടുപിടിക്കാം. HADക്ക് നേരത്തെ നമ്മൾ L/G എന്നിട്ട് പോലെ ഇക്വേഷൻ എഴുതുക. അതിൽ നിന്ന് ഒമേഗയും എന്നും കണ്ടുപിടിക്കുക. ക്ലിയർ ആണോ ഇത്? Is it clear? Yes, sir. Yes, sir. Okay, just to the reference,